ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ചട്ടി മയക്കിയെടുക്കുന്നത് എങ്ങനെ, അല്ലെങ്കിൽ സീസണിങ് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നമ്മൾ ചട്ടി സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഫിനിഷിംഗ് ആയിട്ടുള്ള ചട്ടി നോക്കി വേണം സെലക്ട് ചെയ്യാൻ. ഞാനിവിടെ ഈ കറുത്ത ചട്ടിയാണ് ഇന്ന് സീസണിങ് ചെയ്ത് കാണിക്കുന്നത്. അപ്പം ഞാൻ ഇത് ഒരു 3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ഈ ചട്ടി ഡ്രൈ ആക്കി ഒരു തുണി വെച്ച് തുടച്ച് ഡ്രൈ ആക്കി എടുക്കുക. എന്നിട്ട് അതിലോട്ട് നമ്മൾ കഞ്ഞിവെള്ളം ഒഴിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ഈ കഞ്ഞിവെള്ളം ഈ ചട്ടി നിറഞ്ഞിരിക്കുന്ന രീതിയിൽ കഞ്ഞിവെള്ളം ഒഴിക്കണം. എന്നിട്ട് ഇത് ഒരു ദിവസം ഫുള്ള് വച്ചേക്കണം. ഞാനിതിപ്പോൾ വൈകുന്നേരം ഒഴിച്ചിട്ട് പിറ്റേന്ന് രാവിലെയാണ് എടുക്കുന്നത്. അപ്പോൾ ഓവർനൈറ്റ് ഞാൻ വച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വയ്ക്കുമ്പോൾ ഇതേപോലെ റിങ്ങിൽ വേണം എപ്പോഴും ചട്ടി എടുത്ത് വയ്ക്കേണ്ടത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ചട്ടി പിറ്റേ ദിവസമായപ്പോൾ കഞ്ഞിവെള്ളം ഒഴിച്ച് കളഞ്ഞിട്ട് നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ട് വന്നേക്കുവാണ്. അപ്പോൾ കഴുകി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇത് റഫായിട്ടുള്ള സംഭവങ്ങൾ, അതായത് സ്റ്റീലിൻ്റെ സ്ക്രബ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും വെച്ച് ക്ലീൻ ചെയ്യരുത്. ഇത് ഇങ്ങനത്തെ സോഫ്റ്റായിട്ടുള്ള സ്ക്രബ് വെച്ച് വേണം എപ്പോഴും നമ്മളിത് വാഷ് ചെയ്യാൻ. പിന്നെ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ സോപ്പ് പൗഡറോ സോപ്പ് സൊല്യൂഷനോ ഒന്നും ഉപയോഗിക്കരുതെന്ന് പറയും. കാരണം മൺചട്ടിയാണ്, ഇതിൽ സുഷിരങ്ങൾ കാണും. ആ സുഷിരങ്ങളിൽ ഈ സോപ്പിൻ്റെ അംശം കയറിയിരുന്നിട്ട് അത് നമ്മുടെ കറിയിക്കുമ്പോൾ കറിയിൽ ഇറങ്ങുമെന്ന് പറയും. അപ്പോൾ മൺചട്ടി വാഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കേണ്ടത് കടലമാവോ ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ ഉപ്പോ ഇതിട്ടാണ് നമ്മൾ മൺചട്ടി വാഷ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിനി ഇത് നന്നായിട്ട് തുടച്ചെടുത്തിട്ട് വരാം. അപ്പം ഞാനിവിടെ ചട്ടി നല്ല വൃത്തിയായിട്ട് തുടച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ചെറിയൊരു ഗ്ലൈസിങ്, നേരത്തെ കണ്ട പോലെയല്ല, നമ്മൾ കഞ്ഞിവെള്ളം ഒഴിക്കുന്നതിന് മുന്നേ കണ്ട പോലെയല്ല, ചെറിയൊരു ഗ്ലൈസിങ് ഒക്കെ ഇപ്പോൾ ഈ ചട്ടിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതോടെ പരിപാടി കഴിഞ്ഞില്ല. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അകത്തും പുറത്തും എല്ലായിടത്തും, ഈ വക്കിലെല്ലായിടത്തും വെളിച്ചെണ്ണ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിത് എല്ലായിടത്തും വെളിച്ചെണ്ണ നല്ല വൃത്തിയായിട്ട് സ്പ്രെഡാക്കി എടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത്, നമ്മളിതൊരു 2 മണിക്കൂറെങ്കിലും വെയിലത്ത് വെച്ച് നല്ലപോലെ ഉണക്കണം. അപ്പം നമുക്കിത് വെയിലത്ത് വെച്ച് നല്ലപോലെ ഉണക്കിയെടുത്തിട്ട് വരാം. ഇപ്പം നമ്മൾ 2 മണിക്കൂർ കഴിഞ്ഞ് ചട്ടി വെയിലത്തിൽ നിന്ന് എടുത്ത് അപ്പോൾ നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് ചട്ടി. ഇനി നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് തേങ്ങ അതിനകത്തിട്ട് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. തേങ്ങയോ അല്ലെങ്കിൽ ഉള്ളിയോ നമുക്ക് എടുക്കാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പം ഞാൻ ഫ്ലെയിം കത്തിച്ച് ചട്ടി അടുപ്പി വച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ഇട്ടിരുന്നു ചട്ടി പൊട്ടിത്തെറിക്കാനുള്ള കാര്യങ്ങൾ. അതിൽ ഞാനൊരെണ്ണം വിട്ടുപോയി. ചട്ടി ആദ്യത്തെ 2-3 തവണ നമ്മൾ അടുപ്പി വയ്ക്കുമ്പോൾ ഫ്ലെയിം മാക്സിമം കുറച്ചേ വയ്ക്കാവൂ. ഫ്ലെയിം കൂട്ടി വെച്ചാൽ ചട്ടി പൊട്ടിത്തെറിക്കാൻ അതും ഒരു കാരണമാകും. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കണം. ഇപ്പം നമ്മുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ അല്പം തേങ്ങ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ തേങ്ങ നന്നായിട്ട് മൂത്ത് വരുന്ന വരെ ഈ ചട്ടിയിലിട്ട് നമുക്ക് ചൂടാക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ചട്ടി ഒന്നും കൂടി സീസണിങ് ആയിട്ട് നമുക്ക് കിട്ടും. അതേപോലെ തന്നെ ഇതിലെ മണ്ണിൻ്റെ ചെവയൊക്കെ നന്നായിട്ട് പോയി കിട്ടും. അപ്പം നമുക്ക് ഈ തേങ്ങ മൂത്ത് വരുന്നവരെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇവിടെ തേങ്ങയൊക്കെ നന്നായിട്ട് കണ്ടോ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം.
ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ തേങ്ങ ഇരുന്ന് തന്നെ തണുക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ തേങ്ങ ഇതിൽ നിന്നും തണുത്തോട്ടെ. അപ്പോൾ ഇപ്പം നമ്മുടെ ചട്ടിയൊക്കെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വാഷ് ചെയ്ത് എടുത്തിട്ട് വരാം. ഈ തേങ്ങ നമ്മൾ വേറെ ഒന്നിനും ഉപയോഗിക്കത്തില്ല കേട്ടോ, ഇത് കളയുവാണ്. ഞാനിവിടെ ചട്ടി നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊരു തുണി വെച്ച് നല്ലപോലെ വെള്ളമെല്ലാം കളഞ്ഞ് തുടച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ചട്ടി ഇവിടെ സീസണിങ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ധൈര്യത്തോടെ ഇത് ഉപയോഗിക്കാം കേട്ടോ, പാചകം ചെയ്യാൻ തുടങ്ങാം. ഇത് ഇപ്പം വേണമെങ്കിൽ തന്നെ നമുക്ക് പാചകം ചെയ്യാം. ഇതെല്ലാം നിങ്ങൾ മാറ്റി വെച്ച് കുറച്ച് ദിവസം കഴിഞ്ഞാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അല്പം എണ്ണ പുരട്ടിയിട്ട് കമത്തി വെച്ചേക്കണം. അപ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് കമത്തി വയ്ക്കാൻ പോവുകയാണേ. എല്ലായിടത്തും നമ്മൾ നേരത്തെ വെയിലത്ത് വയ്ക്കാനായിട്ട് എണ്ണ തടയി കൊടുത്തില്ലേ, അതേപോലെ എല്ലായിടത്തും നമുക്ക് എണ്ണ തടയി കൊടുക്കാം. ഇപ്പം നമ്മുടെ ചട്ടി എണ്ണയ്ക്കെല്ലാം പുരട്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനി നൂത്ത് വച്ചിരിക്കല്ല, ഇങ്ങനെ കമത്തി വേണം ചട്ടി എപ്പോഴും വച്ചിരിക്കാൻ. അപ്പം ഞാനിത് ഇപ്പോൾ ഉപയോഗിക്കാത്തതുകൊണ്ട് മാറ്റി വയ്ക്കുവാണേ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ.